ഹലോ എവ്രി വൺ, ഞാൻ ശ്രുതി. ലോക്ഡാറിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് 2025 PSC ചോദിച്ചിട്ടുള്ള ഓരോ മേഖലയിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, അതുപോലെ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഈ 4 സബ്ജക്ട്സുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ്ലി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാംസിന് ആ പറയുന്ന ടോപ്പിക്സ് ഇന്നും കൂടെ നിങ്ങൾ കൂടുതലായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് ആ മേഖലയിൽ നിന്നും ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2025 PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഇത് തന്നെ വീണ്ടും റിപ്പീറ്റഡ്ലി വരാം. ഇതിനകത്ത് തന്നെ 2024 ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനിയും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാവുന്ന മേഖലകളും ഉണ്ട് ഇതിനകത്ത്. അപ്പം അതെല്ലാം കറക്റ്റ് ആയിട്ട് കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതുവരെ കറണ്ട് അഫയേഴ്സ് റിവൈസ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കറക്റ്റ് പഠിക്കുക കേട്ടോ. അതുപോലെ ഇതിനകത്ത് നമ്മൾ കുറച്ചധികം കണക്റ്റഡ് ഫാക്ട്സും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്ത് കേട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അധികം സമയം ഒന്നും കളയുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത് എന്നാണ്. എന്താ ക്വസ്റ്റ്യൻ? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിൽ ഏത് ജില്ലയിലാണ് ആരംഭിച്ചത്? ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്, കൊല്ലം. കൊല്ലം ജില്ലയിലാണ് എന്ത് വന്നത്? രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി ആരംഭിച്ചത്. ഓർത്തിരിക്കുക കേട്ടോ. ക്വസ്റ്റ്യൻസ് അവിടെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, നെയ്യാറ്റിങ്കര താലൂക്കിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖമൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. നമുക്ക് വീണ്ടും റിപ്പീറ്റ്ലി ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു മേഖലയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് NS മാധവൻ, S ഹരീഷ്, P വത്സല, അശോകൻ ചെരുവിലാണ്. ആരാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ്, NS മാധവൻ. അപ്പൊ NS മാധവനാണ് എന്ത് ചെയ്തത്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. 2024 എത്രാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമായിരുന്നു എന്നുള്ള അറിയോ? 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് NS മാധവന് ലഭിക്കുന്നത്. 32ാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെ നമുക്ക് വരാം കേട്ടോ. 32ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ചോദിച്ചു കഴിഞ്ഞാൽ NS മാധവനാണ്, ഓർത്തിരിക്കുക. എന്നാൽ 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇമ്പോർട്ടന്റ് ആണ്, സേതുവിനാണ് ലഭിക്കുന്നത് കേട്ടോ. സേതുമാധവൻ എന്നറിയപ്പെടുന്ന സേതുവിനാണ് 2022 30ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. P വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അത് 2021 കിട്ടുന്നത്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. അപ്പൊ ഇനിയും വേണമെങ്കിൽ റിപ്പീറ്റ്ലി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദിക്കാം. കാരണം മരണാനന്തരം മരിച്ചവരുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഈ വത്സര ആ ഒരു രീതിയിലും ക്വസ്റ്റ്യൻസ് കയറി വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നമുക്ക് കൊടുത്തു തുടങ്ങിയത്? 1993 മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത്. ഓർത്തിരിക്കുക കേട്ടോ. 1993 മുതലാണ്. ആദ്യമായി ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ്. അതുകൂടി ഓർത്തിരിക്കുക. ഇത് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് കേരളത്തിലെ സാഹിത്യത്തിന് കൊടുക്കുന്ന ഏറ്റവും പരമോന്നമായിട്ടുള്ള പുരസ്കാരമായിട്ടാണ് എഴുത്തച്ഛൻ പുരസ്കാരം കാണുന്നത്. 5 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? ശൂരനാട് കുഞ്ഞൻപിള്ള ാണ്. അത് ഓർക്കുക. ഇനി എഴുത്തച്ഛൻ പുരസ്കാരം എന്നതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സമഗ്ര സംഭാവനയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കൃതി നമ്മൾ എടുത്തു പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ കൃതി പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരം എന്തിനാണ് കൊടുക്കുന്നത്? സമഗ്ര സംഭാവനയ്ക്കാണ് കൊടുക്കുന്നത്. എന്ന് മുതലാണ് കൊടുത്തു തുടങ്ങിയത്? 1993 മുതലാണ് കൊടുത്തു തുടങ്ങിയത്. ശൂരനാട് കുഞ്ഞൻപിള്ളയാണ് ആദ്യത്തെ ജേതാവ് എന്ന് പറയുന്നത്. 93 തന്നെയാണ് കിട്ടിയത്. ഇനി ആദ്യമായിട്ടൊരു വനിതയ്ക്ക് കിട്ടിയത് 95 അത് ബാലാമണി അമ്മയ്ക്കാണ് ലഭിക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കുക, ബാലാമണി അമ്മയാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തെന്ന് ഓർത്ത് വെച്ചിരിക്കുക. കാരണം നമുക്ക് സ്റ്റേറ്റ്മെന്റ് വരുമ്പോഴത്തേക്ക് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും നമുക്ക് അതിൽ ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് വരിക. പിന്നെ കറണ്ട് ആയിട്ടുള്ള വിന്നർ നെയിം ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന ഫാക്ടുകളും കൂടെ പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സാഹിത്യ പുരസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഈ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഫാക്ട്സും കൂടെ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്, സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? പദ്ധതിയുടെ പേര്? യോഗ്യശ്രീ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, പശ്ചിമ ബംഗാൾ കേട്ടോ. പശ്ചിമ ബംഗാളിലാണ്, വെസ്റ്റ് ബംഗാളിലാണ് യോഗ്യശ്രീ എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കരണ പദ്ധതി നടപ്പിലാക്കിയത്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? നൊബേൽ സമ്മാനം മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ആ ഒരു നൊബേലുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം 2024 കിട്ടിയത് ഹാങ് കാങ്ങിനാണ്. ഓർത്തിരിക്കുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്
സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിതയാണ് ഹാങ് കാങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കൊറിയയിൽ നിന്നുമുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് നൊബേൽ സമ്മാനം ലഭിക്കുന്നതെന്നും കൂടെ ഓർത്തിരിക്കുക. അതുപോലെ സാഹിത്യത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരിയാണ് ഹാങ് കാങ് എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. ബാക്കിയുള്ള നൊബേൽ സമ്മാനങ്ങളിലെ പേരുകൾ മാത്രം ഞാൻ പറഞ്ഞു പോകാം. ഒന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കേട്ടു പോകുക കേട്ടോ. ഭൗതിക ശാസ്ത്രം അഥവാ ഫിസിക്സിന് കിട്ടിയത് ജോൺ ജെ ഹോപ്ഫീൽഡിനും അതുപോലെ തന്നെ ജെഫ്രി ഇ ഹിൻഡനുമാണ് ലഭിച്ചിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? ഹോപ്ഫീൽഡിനും ഹിൻഡനുമാണ് എന്ത് കിട്ടിയത്? ഫിസിക്സിനുള്ള നൊബേൽ സമ്മാനം അഥവാ ഭൗതിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഇത് മെഷീൻ ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് അത് വെച്ചിട്ട് മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിക്കുന്നത്. എന്തിനാണ് കിട്ടിയതെന്നുള്ളതും കൂടി പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പൊ ആർക്കൊക്കെയാണ് കിട്ടിയത്? ഹോപ്ഫീൽഡിനും അതുപോലെ ഹിൻഡനുമാണ് എന്ത് ചെയ്യുന്നത്? ഫിസിക്സിലെ നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഇനി വൈദ്യശാസ്ത്രത്തിൽ നിന്നുമാണെന്നുണ്ടെങ്കിൽ വിക്ടർ ആംബ്രോസിനും അതുപോലെ ഗാരി റെവക്കിനുമാണ് കിട്ടുന്നത്. വിക്ടർ ആംബ്രോസിനും ഗാരി റെവക്കിനുമാണ് എന്ത് കിട്ടുന്നത്? വൈദ്യശാസ്ത്രത്തിലും നൊബേൽ സമ്മാനം ലഭിക്കുന്നത് കേട്ടോ. mRNA കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്? നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അത് ഓർത്തിരിക്കുക. ഇനി രസതന്ത്രത്തിന് 3 പേർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. രസതന്ത്രത്തിന് എത്ര പേർക്കാണ് ലഭിച്ചത്? 3 പേർക്കാണ് ലഭിച്ചത്, ഓർത്തിരിക്കുക കേട്ടോ. ഡേവിഡ് ബെക്കർ, ജോൺ ജെമ്പർ, അതുപോലെ ഡെമിസ് ഹസാബിസ് എന്ന് പറയുന്ന 3 പേർക്കാണ് എന്ത് ചെയ്തത്? കെമിസ്ട്രിയിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. ആർക്കൊക്കെയാണ് കിട്ടിയത്? ഡേവിഡ് ബെക്കർ, ജോൺ ജെമ്പർ, അതുപോലെ ഡെമിസ് ഹസാബിസ്, ഈ 3 പേർക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്? കെമിസ്ട്രിയിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എക്കണോമിക്സിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്കണോമിക്സിന് 3 പേർക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ കിട്ടിയത് ഡാരൻ അസെമോഗ്ലു, അതുപോലെ സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർക്കാണ് കേട്ടോ. അപ്പൊ ഡാരൻ ഉണ്ട്, സൈമൺ ഉണ്ട്, റോബിൻസൺ ഉണ്ട്. ഇങ്ങനെ ഓർത്ത് വെച്ചിരിക്കും. ഒരേപോലെ പേരുകൾ വെച്ച് കണക്ട് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. ഡാരൻ, സൈമൺ, റോബിൻസൺ, ഈ 3 പേർക്കാണ് എക്കണോമിക്സിന് കിട്ടിയത് കേട്ടോ. രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സാമ്പത്തിക അന്തരത്തെ പറ്റിയിട്ടാണ് ഇവർ കൂടുതലായിട്ടും സ്റ്റഡി ചെയ്തത്. അവിടെ വരുന്ന സ്ഥാപനങ്ങൾ എങ്ങനെയാണ് അവരുടെ ആ ഒരു എക്കോണമിയെ ദരിദ്രമാക്കുന്നതെന്നും അതുപോലെ സമ്പന്നമാക്കുന്നതും എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനത്തിനാണ് ഇവർക്ക് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് കേട്ടോ. ഓർത്തിരിക്കുക. സാമ്പത്തിക ശാസ്ത്രത്തിന് കിട്ടിയത് ആർക്കൊക്കെയാണ്? ഡാരൻ ഉണ്ട്, സൈമൺ ഉണ്ട്, അതുപോലെ റോബിൻസൺ, ഈ 3 പേർക്കാണ്. ഇനി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഇമ്പോർട്ടന്റ് ആണ്. വ്യക്തിക്കല്ല കിട്ടിയത്, ഒരു സംഘടനയ്ക്കാണ് കിട്ടുന്നത്. ജാപ്പനീസ് സംഘടനയായിട്ടുള്ള ഹിൻഡ്യാക്യോക്കാണ് കിട്ടുന്നത് കേട്ടോ. ഹിൻഡ്യാക്യോ എന്ന് പറയുന്നത് നാഗസാക്കി, ഹിരോഷിമ ആ ഒരു അണുവായുധ വിസ്ഫോടനമൊക്കെ ബന്ധപ്പെട്ട് അതിനുശേഷം രൂപം കണ്ട അതിലെ അത് ഏറ്റവും ദുരിതബാധിതരല്ലേ അവര് രൂപം കൊടുത്ത ഒരു സംഘടനയാണ് ഈ ഹിൻഡ്യാക്യോ എന്ന് പറയുന്നത്. ജപ്പാനാണ് സ്വദേശം എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പം ഇത്രയുമാണ് നൊബേൽ സമ്മാനം ജേതാക്കൾ എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നൊബേൽ സമ്മാനം പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ലിഗ്നോസാറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ലിഗ്നോസാറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ലോകത്തിലെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമാണ് ഏത്? ലിഗ്നോസാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ലിഗ്നോസാറ്റ് എന്താണ്? ലോകത്തെ ആദ്യത്തെ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹമാണ്. ആരാണ് നിർമ്മിച്ചത്? ജപ്പാന്റേതാണ് കേട്ടോ. ജപ്പാനാണ്, ഓർത്തിരിക്കുക. ഇമ്പോർട്ടന്റ് ആണ്. അതും ക്വിസിനായിട്ട് നമുക്ക് വരാം. ജപ്പാനാണ് എന്ത് ചെയ്തത്? ലോകത്ത് ആദ്യമായിട്ട് തടി കൊണ്ട് നിർമ്മിച്ച ഉപഗ്രഹമായിട്ടുള്ള ലിഗ്നോസാറ്റിനെ നിർമ്മിക്കുന്നത്. ഇതെന്തിനാണ് തടി കൊണ്ടുള്ള അത് ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഡ്യൂറബിൾ ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ ഓരോ ഉപഗ്രഹങ്ങൾ അയക്കുമ്പം അതിൽ നിന്നുള്ള റേഡിയേഷൻസ് കാരണം സ്പേസ് പൊല്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് എങ്ങനെ സാധിക്കും? അപ്പൊ തടി കൊണ്ടാവുമ്പോഴത്തേക്കും അത്രയും പൊല്യൂഷൻസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കണ്ടുപിടിക്കാൻ അങ്ങനെ ഒരു പഠനത്തിന് വേണ്ടിയിട്ടാണ് ഈ തടി കൊണ്ടുള്ള ഉപഗ്രഹങ്ങൾ നിർമ്മിച്ചത് കേട്ടോ. അത് ഓർത്തിരിക്കുക. ഇനി ഏതാണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്? സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ആണ് ഇതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് കേട്ടോ. അതുകൂടി ഓർത്തിരിക്കുക. അപ്പം ഫാൽക്കൺ 9 ആയിരുന്നു. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 ആണ് ഇതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ജപ്പാനാണ് നിർമ്മിച്ചത്. ഓർത്തിരിക്കുക. പേരെന്താണ്? ലിഗ്നോസാറ്റ് എന്നാണ് കേട്ടോ. ലിഗ്നോസാറ്റ് എന്നാണ് പേര്. ഇനിയും ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. ലോക നഗരദിനത്തിൽ യുനെസ്കോ പുറത്തിറക്കിയ 55 ക്രിയേറ്റീവ് നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയതും സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചതുമായ കേരളത്തിലെ ആദ്യ നഗരം ഏതാണ്? സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ നഗരമാണ് ചോദിച്ചത്. റിപ്പീറ്റഡ് ആയിട്ട് PSC ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ഒരു 6-7 ക്വസ്റ്റ്യൻ പേപ്പറോളം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇനിയും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കോഴിക്കോടാണ് ആൻസർ വരുന്നത്. ഓർത്തിരിക്കുക. എന്താ പറഞ്ഞത്? സാഹിത്യ നഗര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ നഗരമായിരുന്നു ഏത്? കോഴിക്കോട് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. തിരികെ സ്കൂളിലേക്ക് എന്ന ശാക്തീകരണ ക്യാമ്പയിൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു?
തിരികെ സ്കൂളിലേക്ക്. അപ്പൊ എല്ലാവരും സ്കൂൾ യൂണിഫോമിലൊക്കെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഏതാണ് പദ്ധതി? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമാണ് ഇത് തിരികെ സ്കൂളിലേക്ക് എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് പറഞ്ഞത്? സംസ്ഥാന കുടുംബശ്രീ മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന അയൽക്കൂട്ട ശാക്തീകരണ യജ്ഞമായിരുന്നു ഇത് തിരികെ സ്കൂളിലേക്ക് എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായത് അഥവാ ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുക്കുക. എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കുന്നില്ല. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലുകളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കുന്നു. എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പം ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 ശരിയാണെന്നുള്ളതാണ്. ഒന്ന് എന്തായാലും നമുക്ക് വായിക്കുമ്പോഴേ മനസ്സിലാവും തെറ്റാണ് എന്നുള്ളത് കേട്ടോ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായി ഔപചാരിക കരാറുകളിൽ ഏർപ്പെടാൻ സാധിക്കും. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ഇത് ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കേട്ടോ. ഇനി താൽക്കാലികവും സമയബന്ധിതവുമാണ് ഏതെന്ന് പറയുന്നത്. സമയബന്ധിതമായിട്ട് തീർക്കേണ്ട തൊഴിലുകളാണ് നമ്മൾ ഇതിനകത്ത് കിട്ടുന്നത്. അതുപോലെ ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാൻ സാധിക്കും എന്നുള്ളത് ഗിഗ് പ്ലാറ്റ്ഫോമിന്റെ ഒരു മേന്മയാണ്. ഇന്ത്യ ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിന്റെ കാര്യത്തിൽ 5ാം സ്ഥാനത്താണ് ലോകത്തിൽ നിലനിൽക്കുന്നത് കേട്ടോ. അപ്പം പൊതുവെയുള്ള കണക്കുകൾ പ്രകാരം പറയുന്നത് 2030 ഇന്ത്യ ഇതിൽ 3ാം സ്ഥാനത്ത് എത്തുമെന്നാണ്. എന്താണ് ഈ ഗിഗ് പ്ലാറ്റ്ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ ഓൺലൈൻ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഈ സ്വിഗ്ഗി, സൊമാറ്റോ അതിനകത്തൊക്കെ ഉള്ള വർക്കേഴ്സ് ഇല്ലേ, അപ്പൊ അതിനെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ആ എല്ലാ പ്ലാറ്റ്ഫോമും ഓൺലൈനായിട്ട് വരുന്ന എല്ലാ പ്ലാറ്റ്ഫോമുകളുടെയൊക്കെ ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള വേർഷനാണ് നമ്മൾ ഈ പറയുന്നത് ഗിഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നില്ല. ഈ കാര്യങ്ങൾ, ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. എന്താണ് പറഞ്ഞത്? കരാറുകൾ ഏർപ്പെടാനായിട്ട് എന്താണ് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ സമയബന്ധിതമാണ് ഈ ജോലി എന്ന് പറയുന്നത്. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അത് ഗിഗ് പ്ലാറ്റ്ഫോമിന്റെ ഒരു മേന്മയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? രാഷ്ട്രപതി ഭവന്റെ ദർബാർ ഹാളിന്റെ പുതിയ പേര് എന്താണ്? ഓർത്തിരിക്കുക കേട്ടോ. പേര് മാറ്റലൊക്കെ എപ്പോഴും വരുന്നുണ്ട്, അത് എപ്പോഴും തന്നെ ചോദിക്കാറുണ്ട്. ഗണതന്ത്ര മണ്ഡപ് എന്നാണ് രാഷ്ട്രപതി ഭവന്റെ ദർബാർ ഹാളിന്റെ പുതിയ പേര് കേട്ടോ. ഗണതന്ത്ര മണ്ഡപ് ഓർത്തിരിക്കുക. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്പറേഷൻ സുതാര്യത എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ. ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയാണ് ഏത്? ഓപ്പറേഷൻ സുതാര്യത എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഓർത്തിരിക്കുക, എന്താണ് ഈ ഡിസ്ട്രിക്ട് എന്ന ഓൺലൈൻ പോർട്ടൽ സംവിധാനം വേണ്ട വിധം പ്രവർത്തിക്കുന്നില്ലെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വില്ലേജ് ഓഫീസുകളിൽ എന്താണ് വിജിലൻസ് നടത്തിയ സംസ്ഥാന വ്യാപക മിന്നൽ പരിശോധനയുടെ പേരാണ് ഇത് ഓപ്പറേഷൻ സുതാര്യ എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. അടുത്തത്, കേരളത്തിലെ നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പി രാജീവ് ആണ് കേരളത്തിലെ നിലവിലെ വ്യവസായ വകുപ്പ് മന്ത്രി. മന്ത്രിമാരെ പഠിച്ചു വെച്ചിരിക്കുക. സംസ്ഥാനത്തിലെ ഉള്ളതും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരെ കുറിച്ചും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. അതിലൊന്നും ഒരു ക്വസ്റ്റ്യൻ, 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇന്ത്യയുടെ റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ആണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത്? സഞ്ജയ് മൽഹോത്രയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ റിസർവ് ബാങ്ക് ഗവർണർ എന്ന് പറയുന്നത് കേട്ടോ. 26ാമത്തെ റിസർവ് ബാങ്ക് ഗവർണറാണ് ആര്? സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. റിസർവ് ബാങ്ക് ഗവർണറായിട്ട് ചുമതലയേറ്റത് 2024 ഡിസംബർ 11 കേട്ടോ. നമുക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട് ഇപ്പം. അതുകൊണ്ട് ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കും. ഡിസംബർ 11 ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഗവർണറായിട്ട് മാറുന്നത്. അതിന് മുന്നേ ആരായിരുന്നു? 25ാമത് ശക്തികാന്ത് ദാസ് ആയിരുന്നു. ഓർത്തിരിക്കുക. അപ്പൊ അങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. 25ാമത്തെ റിസർവ് ബാങ്ക് ഗവർണർ ആര് എന്നുള്ളത് ശക്തികാന്ത് ദാസ് ആണ്. ഓർത്തിരിക്കുക കേട്ടോ. 1990 ബാച്ചിലെ IAS ബാച്ചിൽ 1990 IAS ബാച്ചിലുള്ള വ്യക്തിയാണ് ആര്? സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇദ്ദേഹം ഫിനാൻസ് സെക്രട്ടറി ആയിട്ടും അതുപോലെ റവന്യൂ സെക്രട്ടറിയുമായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത്രയും പോർഷൻ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞത് എന്തിനാണെന്നുള്ളത് നമുക്ക് ഇനി വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ നമ്മൾ സഞ്ജയ് മൽഹോത്രയെ കുറിച്ചിട്ടും ഇപ്പൊ വന്ന ഒരു റീസെന്റ് അപ്പോയിന്റ്മെന്റ് ആയതുകൊണ്ടാണ് ഇത്രയും പോയിന്റ്സ് പറഞ്ഞത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? 1990 ബാച്ച് IAS ഓഫീസർ ആയിരുന്നു ആര്? സഞ്ജയ് മൽഹോത്ര എന്ന് പറയുന്നത്. 26ാമത് റിസർവ് ബാങ്ക് ഗവർണർ ആണ്. അതുപോലെ എന്നാണ് സ്ഥാനം ഏറ്റത്? 2024 ഡിസംബർ 11 എന്ത് ചെയ്യുന്നത്? സ്ഥാനം ഏൽക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്.
ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അജയ് ഭംഗയാണ് കേട്ടോ. അജയ് ഭംഗയാണ് ഇപ്പോഴത്തെ ലോകബാങ്ക് പ്രസിഡന്റ് എന്ന് പറയുന്നത്. 14ാമത് ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആണ് ആര്? അജയ് ഭംഗ എന്ന് പറയുന്നത്. ഇനി ലോകബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് വരുന്നത്? വാഷിംഗ്ടൺ DC ആണ് കേട്ടോ. ഓർത്തിരിക്കുക, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ 2023 ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ലോകബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് ചുമതല ഏൽക്കുന്നത്. ഓർത്തിരിക്കുക കേട്ടോ. 2023 വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ വിസ്ത പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്തുമായിട്ടാണ്? ഡിസ്കസ് ചെയ്ത പോയിന്റ് ആണ്. പാർലമെന്റ് സമുച്ചയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഇത് സെൻട്രൽ വിസ്ത പദ്ധതി എന്ന് പറയുന്നത്. ഇവിടെ എക്സ്ട്രാ പറയുകയാണ്, പുതിയ പാർലമെന്റിന്റെ പേരെന്താണ്? നമ്മൾ ഇനാഗുറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് പുതിയ പാർലമെന്റിനും പഴയ പാർലമെന്റിനും പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുതിയ പാർലമെന്റിന്റെ പേരെന്താണ്? ഓർത്തിരിക്കുക, സൻസദ് ഭവൻ എന്നുള്ളതാണ് പുതിയ പാർലമെന്റിന്റെ പേര് കേട്ടോ. സൻസദ് ഭവൻ. സൻസദ് ഭവൻ എന്നുള്ളതാണ് പുതിയ പാർലമെന്റിന്റെ പേര്. പഴയ പാർലമെന്റിന്റെ പേരെന്ന് പറയുന്നത് സംവിധാൻ സദൻ എന്നുള്ളതാണ് കേട്ടോ. കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി എന്നൊക്കെയുള്ള രീതിക്ക് അത് സംവിധാൻ സദൻ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പഴയ പാർലമെന്റിന്റെ പേര് നൽകിയിരിക്കുന്നത്. പുതിയ പാർലമെന്റിന്റെ പേര് കൊടുത്തിരിക്കുന്നത് സൻസദ് ഭവൻ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഓർത്തിരിക്കുക. എന്നാണ് പുതിയ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തത്? 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. ഓർത്തിരിക്കുക, 2023 മെയ് 28 ഉദ്ഘാടനം ചെയ്തത്. നമുക്ക് 23 കറണ്ട് അഫയേഴ്സ് ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. PSC എവിടം തൊട്ട് എവിടം വരെ ചോദിക്കും എന്നുള്ളത് PSCയുടെ മാത്രം ഇഷ്ടമാണ്. അപ്പം നമ്മൾ മാക്സിമം റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ സെൻട്രൽ വിസ്ത പദ്ധതി 2025 ചോദിച്ചത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമ്മളിവിടെ പറഞ്ഞു പോയത്. അപ്പം ഇവിടെ നടത്തിയ ആദ്യത്തെ ചർച്ച എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഏതാണ്? വുമൺ റിസർവേഷൻ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു ആദ്യം നടന്നത്. അതും കൂടി ഓർത്തിരിക്കുക കേട്ടോ. വുമൺ റിസർവേഷൻ ബില്ല് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. പെൺകുട്ടികൾക്ക് സ്വയം രക്ഷയ്ക്കായി ആയോധന കലകൾ പരിശീലനം നൽകി ആത്മവിശ്വാസം വളർത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? എന്താണ്? സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആയോധന കലകൾ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഏത്? കരുത്ത് എന്ന് പറയുന്നത് കേട്ടോ. കരുത്ത് എന്നാണ് പദ്ധതിയുടെ പേര്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ മലയാളി താരമാരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ് കേട്ടോ. PR ശ്രീജേഷ്. ഓർത്തി വെച്ചിരിക്കുക. പാരീസ് ഒളിമ്പിക്സ് പറ്റിയിട്ടൊന്നും പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ 2024 ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇനി വരുന്ന വേദി ഏതാണെന്നും കൂടെ ഉള്ളതൊന്നും നോക്കി വെച്ചിരിക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 2024 പ്രഖ്യാപിച്ച 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നടൻ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ B ആണ്, പൃഥ്വിരാജ്. ആടുജീവിതം എന്ന സിനിമയ്ക്ക് പൃഥ്വിരാജിനാണ് മികച്ച നടനുള്ള അവാർഡ് ലഭിക്കുന്നത്. ഓർത്തിരിക്കുക, 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. മികച്ച സിനിമ ഏതായിരുന്നു? മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയായിരുന്നു മികച്ച സിനിമ എന്ന് പറയുന്നത്. ജോയ് ബേബിയാണ് അതിന്റെ സംവിധായകൻ എന്ന് പറയുന്നത്. അതുപോലെ മികച്ച സംവിധായകൻ ബ്ലസ്സിയാണ്. ആടുജീവിതത്തിനും ബ്ലസ്സിക്കാണ് മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭിക്കുന്നത്. മികച്ച നടിയായിട്ട് 2 പേരായിരുന്നു ഉണ്ടായിരുന്നത്. ഉർവശി ഏതിനാണ്? ഉള്ളൊഴുക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കും, അതുപോലെ തന്നെ ബീന ചന്ദ്രൻ ദ സെന്റൻസ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ബീന ചന്ദ്രനുമാണ് എന്ത് ചെയ്യുന്നത്? മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കുന്നത്. 2ാമത്തെ മികച്ച സിനിമ എന്ന് പറയുന്നത് ഇരട്ടയായിരുന്നു കേട്ടോ. 54ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച 2ാമത്തെ സിനിമ എന്ന് പറയുന്നത് ഇരട്ടയാണ്. ഓർത്തിരിക്കുക. മികച്ച സിനിമ എന്ന് പറയുന്നത് ഏതാണ്? ദ കാതൽ ദ കോറായിരുന്നു. ഓർത്തിരിക്കുക കേട്ടോ. മികച്ച നടനാണ് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. ഓർക്കുക, തിരിഞ്ഞു പോകരുത് ഒന്നും തമ്മിൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? RLV അഥവാ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിളിന്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ഇനിയും നമുക്ക് വീണ്ടും ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൻസർ പുഷ്പകാണ് കേട്ടോ. അപ്പൊ പുഷ്പകാണ് എന്താണ്? ISRO നിർമ്മിക്കുന്ന ബഹിരാകാശത്തേക്ക് പോയി വരാൻ ഉപയോഗിക്കാവുന്ന വാഹനത്തിന് നൽകിയിരിക്കുന്ന പേര്. പക്ഷെ റീയൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന വാഹനത്തിന്റെ പേരാണ് ഏത്? പുഷ്പക എന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് ISROയുടെ ആദ്യത്തെ സൗരദൗത്യം എന്ന് പറയുന്നത്? ISROയുടെ ആദ്യത്തെ സൗരദൗത്യം ഏതാണ്? ആദിത്യ L1 എന്നുള്ളതാണ് ISROയുടെ ആദ്യത്തെ സൗരദൗത്യം എന്ന് പറയുന്നത്. ആദിത്യ L1 എന്നാണ് വിക്ഷേപിച്ചത്? ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ് കേട്ടോ. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 എന്ത് ചെയ്യുന്നത്? വിക്ഷേപിക്കുന്നത്. ഓർത്ത് വെച്ചിരിക്കുക. ഡേറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതിൻ്റെ അതൊക്കെ ഡേറ്റ് ഓർത്ത് വെക്കുക. ഡിഗ്രി ലെവൽ എക്സാംസിന് ഈ പറയുന്ന ഡേറ്റുകളെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിക്കാം കേട്ടോ. കുറച്ച് പഴയതായിട്ടുള്ള വിക്ഷേപണങ്ങളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിക്ഷേപണങ്ങളുടെ ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ലെവലിലൊക്കെ വന്ന് കാണാറുണ്ട്. അപ്പോൾ ആദിത്യ L1നെ കുറിച്ചൊരു 4 സ്റ്റേറ്റ്മെന്റ് തരുന്നതിൽ ഒന്നെന്ന് പറയുന്നതിന്റെ വിക്ഷേപണ തീയതി തന്നെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് ഡേറ്റ് ഓർത്ത് വെച്ചിരിക്കുക. 2023 സെപ്റ്റംബർ 2 എന്ത് ചെയ്യുന്നത്? ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. PSLV
57-ലാണ് എന്ത് ചെയ്യുന്നത് ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. 57 L1 അതുപോലെ 57 L തിരിച്ചിട്ട് കഴിഞ്ഞാൽ 7 ആവത്തില്ല, അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. PSLV C57-ലാണ് ആദിത്യ L1 വിക്ഷേപിക്കുന്നത്, ഓർത്തിരിക്കുക. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇത് വിക്ഷേപിച്ചത്? നമ്മുടെ സൂര്യന്റെ പുറമേ ഉള്ള ആ ഒരു കാര്യങ്ങൾ, കൊറോണയും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. ഇതിനകത്ത് 7 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്. ഈ 7 ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ L തിരിച്ചിടുന്ന 7 എന്നുള്ള രീതിക്ക് 7 പേലോഡുകളാണ് ഉണ്ടായിരുന്നത്, അത് ഓർത്തിരിക്കുക കേട്ടോ. പേലോഡൊക്കെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് പേര് തന്നെ ആയിട്ട് ചോദിക്കാറുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? എന്താ ക്വസ്റ്റ്യൻ? മാധവ് ഗാഡ്ഗിലിന്റെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? ആൻസർ സി ആണ്, ഡോക്ടർ MS സ്വാമിനാഥനാണ് കേട്ടോ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടേതാണെന്ന് ചോദിക്കാം. മാധവ് ഗാഡ്ഗിലാണ്. മാധവ് ഗാഡ്ഗിലിന്റെ പ്രത്യേകത 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജനാണ് ആരെന്ന് പറയുന്നത്? മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം 5 പേർക്കാണ് മാധവ് ഗാഡ്ഗിൽ ഉൾപ്പെടെ ലഭിച്ചത്. ഇദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരമായിട്ടാണ് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കും, 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആര്? മാധവ് ഗാഡ്ഗിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് ഗാഡ്ഗിലാണ് കേട്ടോ, ഓർത്തിരിക്കുക. കേരളത്തിൽ ആദ്യമായി ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഓർത്തിരിക്കുക കേട്ടോ. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് എന്ത് ചെയ്തത്? കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. 2023 പുരുഷ വിഭാഗം ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി ടൂർണമെന്റിൽ 3-ാം സ്ഥാനം നേടിയ രാജ്യമാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. 1ഉം 2ഉം ഒന്നും അല്ല ചോദിച്ചത്, 3-ാം സ്ഥാനം നേടിയ രാജ്യമാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ D ആണ്, ജപ്പാനാണ് കേട്ടോ. ചാമ്പ്യൻ ആയത് ഇന്ത്യ ആണ് കേട്ടോ. ഇന്ത്യയാണ് മെൻസിലും അതുപോലെ തന്നെ വുമൻസിലും ചാമ്പ്യൻ ആയത് ഇന്ത്യ തന്നെയാണ്, ഓർത്തിരിക്കുക. ഇന്ത്യ മലേഷ്യയെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്? പുരുഷ വിഭാഗത്തിൽ ചാമ്പ്യൻ ആകുന്നത്. വനിതാ വിഭാഗത്തിലാണെങ്കിൽ ജപ്പാനെ പരാജയപ്പെടുത്തിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യ ചാമ്പ്യൻ ആകുന്നത്, ഓർത്തിരിക്കുക കേട്ടോ. അപ്പം 3-ാം സ്ഥാനം, പുരുഷ വിഭാഗത്തിൽ 3-ാം സ്ഥാനം ലഭിച്ചത് ജപ്പാനാണ്, അതൊന്ന് ഓർക്കുക. ഇനി കേരള സർക്കാർ എല്ലാ വകുപ്പുകളെയും ഓൺലൈൻ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയ കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരെന്താണ്? എന്ന ക്വസ്റ്റ്യൻ. കേരള സർക്കാർ എല്ലാ വകുപ്പുകളുടെയും ഓൺലൈൻ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപം നൽകിയ കേന്ദ്രീകൃത പോർട്ടലിന്റെ പേരെന്താണ്? സേവനം എന്നുള്ളതാണ് കേട്ടോ പോർട്ടലിന്റെ പേര്, സേവനം. ഈ വക ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും കേട്ടോ നമുക്ക്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോവുകയാണ്. 2024 ലോകത്തെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ 1-ാമതുള്ള നഗരം ഏതാണ്? 2024 ലോകത്തിലെ ഏറ്റവും മലിനകരമായിട്ടുള്ള നഗരങ്ങളിൽ ഏതാണ് 1-ാമത്തെ പട്ടികയിലുള്ളതെന്നാണ് ചോദിച്ചത്. 1-ാമത് ലാഹോർ ആണ് കേട്ടോ, ഓർത്തിരിക്കുക. ലാഹോർ ആണ് ഏറ്റവും മലിനമായ നഗരം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം എന്നാണ്? ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ വന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്, 2025 ജനുവരി 19-നാണ് കേട്ടോ വന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ വെടിനിർത്തൽ കരാറുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റുകളെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ക്വസ്റ്റ്യൻ മെയില് ഇത് കറണ്ട് അഫയേഴ്സ് വരുമോന്നൊന്നും അറിയില്ല, എന്നാലും ആ ഒരു ഡേറ്റ് ഒക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കുക കേട്ടോ. ഫസ്റ്റ് ഫേസുകാർക്കൊന്നും എന്തായാലും വരില്ല, നമുക്ക് സെക്കൻഡ് ഫേസ് എഴുതുന്നവരൊക്കെ ഒന്ന് നോക്കി വെച്ചിരിക്കാം. അപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം എന്നാണ്? 2025 ജനുവരി 19-നാണ് വന്നത് കേട്ടോ. 2025 ജനുവരി 19. ഇനി 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഓടക്കുഴൽ അവാർഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം കേട്ടോ. ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്കെന്നാണ് ചോദിച്ചിരിക്കുന്നത്? K അരവിന്ദാക്ഷനാണ് കേട്ടോ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ആൻസർ ആരാണ്? K അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 2023 അവാർഡ് ലഭിച്ചത് ആർക്കാണ്? PN ഗോപികൃഷ്ണനാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കവിതയായിട്ടുള്ള കവിത മാംസപോച്ചിയാണ് എന്ന് പറയുന്ന കവിതയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിന് ഓടക്കുഴൽ അവാർഡ് 2023 ലഭിക്കുന്നത്, ഓർത്തിരിക്കുക. ഇത് 54-ാമത്തെ അവാർഡാണ് 2024 ആർക്ക് കിട്ടുന്നത്? K അരവിന്ദാക്ഷന് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ നോവലായിട്ടുള്ള ഗോപ്പയ്ക്കാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഗോപ്പ ഓർത്തിരിക്കുക കേട്ടോ, നോവലാണ് ഗോപ്പ എന്നുള്ളതും കൂടി ഓർത്തിരിക്കുക. അപ്പൊ എന്നാണ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത്? 1969 എന്ത് ചെയ്യുന്നത്? ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിനാണ് ആദ്യമായിട്ട് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ തുളസീദാസ രാമായണം ഒരു തർജ്ജമയ്ക്കാണ് എന്ത് ചെയ്യുന്നത്? ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. ഗുരുവായൂർ അപ്പൻ ട്രസ്റ്റ് ആണ് എന്ത് ചെയ്യുന്നത്? ഓടക്കുഴൽ അവാർഡ് നമുക്ക് നൽകുന്നത്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത്. അതുപോലെ തന്നെ 30,000 രൂപയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കാം. ആദ്യമായിട്ട്
ലഭിച്ച വനിത എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനമാണ്. സാക്ഷിക്കാണ് എന്ത് ചെയ്യുന്നത് ഓടക്കുഴൽ അവാർഡ് ലഭിക്കുന്നത്. അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക കേട്ടോ. ആദ്യമായിട്ട് ലഭിച്ചത് ആർക്കാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനും. ആദ്യത്തെ വനിത എന്ന് പറയുന്നത് ലളിതാംബിക അന്തർജനവുമാണ്. ഇപ്പോൾ 2024 54ാമത് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കെ അരവിന്ദാക്ഷനാണ്. 2023 ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ് കേട്ടോ. ഓപ്ഷൻ എ PN ഗോപികൃഷ്ണനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അപ്ഡേറ്റ് ചെയ്യാത്തവരെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി 53ാമത്തേത് എന്ന് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ PN ഗോപികൃഷ്ണൻ എഴുതിക്കോളാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണത്, മാധവ് ഗാഡ്ഗിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ്. അടുത്തത്, മുബാറക് അൽ ഖബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? എന്താ പറഞ്ഞത്? മുബാറക് അൽ ഖബീർ എന്ന പരമോന്നത ബഹുമതി ഏത് രാജ്യത്തിൻ്റെതാണ്? കുവൈറ്റിൻ്റെതാണ് കേട്ടോ. കുവൈറ്റിന്റെ പരമോന്നത ബഹുമതിയാണ് ഏത്? മുബാറക് അൽ ഖബീർ എന്ന് പറയുന്നത്. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SSCERT കേരളം തയ്യാറാക്കിയ കൈപുസ്തകം ഏതാണ്? അപ്പൊ കൈപുസ്തകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കളിത്തോണിയാണ് കേട്ടോ. ഇത് ആൻസർ ചേഞ്ച് വന്നതാണ്. കളിത്തോണിയാണ് ലാസ്റ്റ് PSC ഫൈനൽ ആൻസർ ഒക്കെ ആയിട്ട് കൊടുത്തത്. അപ്പം എന്താണ് പറഞ്ഞത്? പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SSCERT കേരള തയ്യാറാക്കിയ കൈപുസ്തകത്തിന്റെ പേരാണ് ഏത്? കളിത്തോണി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ബാക്കി ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വേഗം തന്നെ അടുത്ത ക്ലാസ്സും കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുവരെ എല്ലാവർക്കും ബൈ.